നമ്മുടെ വാമനപുരം നദിയുടെ സൈഡിലായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പഴമുണ്ടെന്നാണ് പറഞ്ഞ് ഞാൻ പോയി കാണുകയും ഫ്രൂട്ട് കഴിക്കുകയും ചെയ്തു. പഴയ കാലങ്ങളിൽ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണെന്ന് അറിയത്തുള്ളായിരുന്നു. ഇതിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. വാമനപുരം നദിയുടെ സൈഡിലുള്ള ഉക്കിപ്പഴം എന്ന് പറയുന്നുണ്ട്, രക്തക്കട്ടപ്പഴം എന്ന് പറയുന്നുണ്ട്. പാമ്പ് വർഗത്തിൽപ്പെട്ട ഇഴജന്തുക്കളാണ് ഇത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്, നമുക്ക് കിട്ടാറില്ല എന്ന് പറഞ്ഞു. ഇതിൽ ഞാൻ ഒരു വളവും കൊടുത്തിട്ടില്ല, വെറും വെള്ളം മാത്രം. ഇതൊരു കാട്ടുചെടിയാണല്ലോ, അതുകൊണ്ട് വേറെ ഒന്നും കൊടുക്കേണ്ടതായിട്ടുമില്ല. ഞാൻ ചെടിച്ചട്ടിയിലാണ് ചെയ്തിരുന്നത്. ആ ചെടിച്ചട്ടി ഇപ്പോഴും അതുപോലെ ഇവിടെ നിൽപ്പുണ്ട്. ഈ വർഷമാണ് എനിക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ ഫ്രൂട്ട് കിട്ടിയത്. ഞാൻ ആദ്യം വിചാരിച്ച മരമാണ്, ക്ലൈംബറാണ്. നല്ല കനമുള്ള വള്ളിച്ചെടി, ഊഞ്ഞാല് പോലെ നമുക്ക് ആടാൻ പറ്റുന്ന രീതിയിലുള്ള വള്ളിച്ചെടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. ഇത് കണ്ടതിൽ വളരെ സന്തോഷമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അതിൻ്റെ തൈ കിട്ടുന്നതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. കാര്യം അന്യം നിന്ന് പോയൊരു സാധനമാണിത്. പഴയ തലമുറകൾക്ക് മാത്രമേ ഇത് അറിയാമായിരുന്നു. ഇപ്പോൾ നമ്മളെ ഈ പുതുതലമുറയിലുള്ള എല്ലാവരും ഒന്ന് അറിയട്ടെ അങ്ങനെയുള്ള ഫ്രൂട്ടുകളും ഈ നമ്മുടെ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നുവെന്ന്. ഇതുപോലെ ഞാൻ വേറെ കുറച്ച് പഴയ ഫ്രൂട്ട് വിഭാഗത്തിൽപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. ഈ സമുദ്ര തീരങ്ങൾ, അതായത് നമ്മുടെ വാമനപുരം നദിയുടെ തീരങ്ങളിൽ തന്നെ ഉണ്ടത്. പക്ഷേ അത് എഡിബിളാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അതിന് പഴയ ആൾക്കാരെ കൊണ്ടുപോയി കാണിച്ച് ഇത് പണ്ട് കഴിച്ചിരുന്നോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രമേ എനിക്കത് എടുക്കാൻ പറ്റൂ. ഇതെനിക്ക് കുറേ തൈകൾ കൊടുക്കണം. പൈസയ്ക്ക് അല്ലെങ്കിലും കൊടുക്കണം. കാര്യം ഇത് അറിഞ്ഞിരിക്കട്ടെ, ഇങ്ങനെ ഒരു സസ്യം ഇവിടെ ഉണ്ടായിരുന്നെന്നും അത് എഡിബിളായിട്ടുള്ള ഫ്രൂട്ടാണെന്നും അത് കഴിക്കുമ്പോഴുള്ള അതിൻ്റെ മധുരവും അതിൻ്റെ പുളിരസവും അത് പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ടേസ്റ്റാണത്. വാമനപുരം നദിയുടെ സമീപത്തെ ഒരു തൊടിയിൽ നിറയെ തൊണ്ടിപ്പഴം വിളങ്ങി നിൽക്കുന്നത് ഒരു കൂട്ടുകാരൻ പറഞ്ഞ് അറിഞ്ഞതിനെ തുടർന്നാണ് അത് കാണാൻ പോയതും അവിടെ നിന്നും കുറച്ച് പഴങ്ങൾ മുഹമ്മദ് സുധീറിന് കിട്ടിയതും. മധുരവും പുളിയും കലർന്ന തൊണ്ടിപ്പഴത്തിൻ്റെ രുചിയും കടും ചുവപ്പ് നിറവും നന്നെ ഇഷ്ടപ്പെടുകയും അവിടെ നിന്നും 2 തൈകൾ കൊണ്ടുവരികയും ചെയ്തു. ഏകദേശം 2 വർഷമായപ്പോൾ സുധീറിൻ്റെ കൃഷിയിടത്തിലും നിറഞ്ഞ് വിളഞ്ഞു തൊടുത്ത തൊണ്ടിപ്പഴങ്ങൾ ലഭിച്ചു തുടങ്ങി. ഉക്കിപ്പഴം, രക്തക്കട്ടപ്പഴം, കുരുക്കുത്തിപ്പഴം, ഇങ്ങനെ ഒത്തിരി പേരുകൾ തൊണ്ടിപ്പഴത്തിന് നിലവിലുണ്ട്. എൻ്റെ പേര് മുഹമ്മദ് സുധീർ എന്നാണ്. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ ഹൈടെക് പോളി ഹൗസ് വന്ന സമയത്ത് ഉള്ളൊരു കർഷകനാണ്. പൈലറ്റ് പ്രോജക്റ്റ് എന്നോണം ഒരു 7 പോളി ഹൗസുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായിട്ട് വന്നത്. അതിൽ ഒരു പോളി ഹൗസ് എൻ്റേതായിരുന്നു. ഈ തൊണ്ടിപ്പഴം എന്ന് പറയുന്ന ഈ ഒരു ചെടിയെ എനിക്ക് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളാണ് പരിചയപ്പെടുത്തിയത്. കാര്യം അവർക്കും അറിയില്ല ഇത് എന്താണെന്നുള്ളത്. നമ്മുടെ വാമനപുരം നദിയുടെ സൈഡിലായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പഴമുണ്ടെന്നാണ് പറഞ്ഞ്, അങ്ങനെ നല്ല മധുരവും നല്ല പുളിയുമാണെന്ന് പറഞ്ഞു. ഞാൻ പോയി കാണുകയും ആ ഫ്രൂട്ട് കഴിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ നല്ല മധുരവും നല്ല പുളിയും ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് പരിപാലിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കൊണ്ടുവന്നു നട്ടൊരു ചെടിയാണിത്. ഞാൻ ചെടിച്ചട്ടിയിലാണ് ചെയ്തിരുന്നത്. ആ ചെടിച്ചട്ടി ഇപ്പോഴും അതുപോലെ ഇവിടെ നിൽപ്പുണ്ട്. പക്ഷേ അതിൻ്റെ വേര് വെള്ളം ഊർന്നു പോകുന്ന ആ ഹോള് വഴി താഴേക്ക് അതിൻ്റെ വേര് വരികയും അതിനുശേഷം ആ തറയിൽ തന്നെ അത് വേര് പിടിച്ച് നല്ലൊരു ചെടിയായി മാറുകയും ചെയ്തു. പിന്നെ ഇതിൻ്റെ സീസൺ എന്ന് പറയുന്നത് ഒരു ജൂൺ ജൂലൈ മാസത്തിലാണ് ഇതിൻ്റെ ഫ്രൂട്ട്സ് കിട്ടുന്നത്. ഇതിപ്പോൾ ഈ തൈ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു 2.5 വർഷത്തോളമായിട്ടുണ്ട്. 1 വർഷമായപ്പോഴേക്കും ആദ്യം പൂവ് വന്നു, പക്ഷേ കായ് 1-2 ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷമാണ് എനിക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ ഫ്രൂട്ട് കിട്ടിയത്. വളരെ എല്ലാവർക്കും കൊടുത്തു. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നത് ഇതിൻ്റെ തൈ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് എയർ ലെയറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ തൈകൾ, ഇതിൻ്റെ തന്നെ തൈകൾ ചെറുതിലേ തന്നെ കായ്ക്കുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഇതിൻ്റെ തൈ. പിന്നെ ബാക്കി നമുക്ക് ഇതിൻ്റെ വിത്ത് മുളപ്പിച്ചും ഇതിൻ്റെ തൈകൾ എടുക്കാം. പക്ഷേ അത് വിത്ത് മുളപ്പിച്ച് കഴിഞ്ഞാൽ അത് അത്രയും താമസം വരും അത് കായാവുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എയർ ലെയറിങ് ചെയ്യുന്നതായിരിക്കും ഇതിൽ നല്ലതെന്ന് തോന്നുന്നു. അതെന്തായിരുന്നാലും അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്രാവശ്യം എനിക്ക് ഏകദേശം അങ്ങനെ നമുക്ക് ഒരുപാട് കിലോ എന്ന് പറയുന്ന രീതിയിലോട്ട് വന്നിട്ടില്ല. നമുക്കത് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കാം. അതിലുപരി ഇത് പഴയ കാലങ്ങളിൽ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് കഴിക്കാൻ പറ്റുന്നൊരു ഫ്രൂട്ടാണെന്ന്
അറിയത്തുള്ളായിരുന്നു. ഇതിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇതിനെ ചില സ്ഥലങ്ങളിൽ ഞാനിപ്പോൾ ഈ പോയി എടുത്ത സ്ഥലത്ത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ രക്തക്കട്ടപ്പഴം എന്ന് പറയുന്നുണ്ട്. ഒരുപാട് പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ഇത് വാമനപുരം നദിയുടെ സൈഡിലുള്ള ഉക്കിപ്പഴം എന്ന് പറയുന്നുണ്ട്, രക്തക്കട്ടപ്പഴം എന്ന് പറയുന്നുണ്ട്. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ അനിത മേഡം, ഞാനിത് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ അനിത മേഡം ഇത് കണ്ടിരുന്നു. അനിത മേഡം ചോദിച്ചത് എന്താണെന്ന് ചോദിച്ച് ഇത് അതാണോ എന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചിരുന്നു. അതിനുശേഷമാണ് മാഡം പറഞ്ഞത് ഇത് തൊണ്ടിപ്പഴം എന്നാണ് ഇതിൻ്റെ പേര്. അതിനുശേഷമാണ് എനിക്കും അറിയാമെന്നുള്ളത് ഇത് തൊണ്ടിപ്പഴം എന്നുള്ള ആ പേര് എനിക്ക് കിട്ടിയത് തന്നെ ആ മാഡം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പണ്ടുകാലത്ത് പറമ്പുകളിലും വേലിക്കെട്ടുകളിലും പുഴയോരങ്ങളിലും സാധാരണ കണ്ടുവരുന്ന തൊണ്ടിപ്പഴം ഇന്ന് നാട്ടിൻപുറങ്ങളിൽ നിന്നും ഏതാണ്ട് അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വനമേഖലകളിൽ മാത്രം കാണപ്പെടുന്ന ഭക്ഷ്യയോഗ്യമായ ഈ പഴത്തിന് പോഷക ഗുണങ്ങൾ ഏറെയാണ്. ജലാംശം കൂടുതലുള്ളതിനാൽ പഴുത്തു കഴിഞ്ഞാൽ ഏറെ നാൾ സൂക്ഷിച്ചു വയ്ക്കാനാകില്ല. കൊഴുപ്പ് കുറഞ്ഞ പേരയ്ക്ക, ഈന്തപ്പഴം എന്നിവയ്ക്ക് സമാനമായ മാംസ്യത്തിൻ്റെ അളവും അടങ്ങിയിട്ടുണ്ട്. ഉയർന്ന അളവിലുള്ള അന്തോസയനിൻ ഘടകം ഇവയെ നിരോക്സീകാരശേഷിയുള്ള പോഷക ഗുണമുള്ള ഫലങ്ങളുടെ പട്ടികയിൽപ്പെടുത്തുന്നു. പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, വിറ്റാമിൻ സി, ഇ എന്നിവയാൽ സമ്പുഷ്ടമാണിത്. ഇത് എഡിബിൾ ആണെന്നറിയാം, പക്ഷേ ഇത് ആ കൂട്ടുകാർ പറയുന്നതെന്ന് പറഞ്ഞാൽ നല്ല മധുരവും അത് നല്ല പാകമാവുന്നതിന് മുമ്പാണെങ്കിൽ നല്ല പുളിയുമായിരിക്കും. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഇഴജന്തുക്കൾ, അതായത് പാമ്പ് വർഗ്ഗത്തിൽപ്പെട്ട ഇഴജന്തുക്കളാണ് ഇത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. നമുക്ക് കിട്ടാറില്ല എന്ന് പറഞ്ഞു. എങ്കിൽ അത് കാണണമല്ലോ, അതൊന്ന് കഴിച്ചു നോക്കണമല്ലോ എന്നുള്ള ഒരു ഇത് മനസ്സിൽ തോന്നി. അങ്ങനെ അവരോടൊപ്പം പോയി അത് പറിച്ച് കഴിക്കുകയും അതിൻ്റെ ഒരു തൈ അവിടെ നിന്ന് കിട്ടി. 2 തൈ കിട്ടി. ആ 2 തൈയും കൊണ്ടുവന്ന് ഞാൻ ചെടിച്ചട്ടിയിലാക്കിയാണ് ചെയ്തത്. പക്ഷേ ചെടിച്ചട്ടിയിലിരുന്ന് അത് കറക്റ്റായിട്ട് വന്നു. അതിനുശേഷം കായ വന്നു. ഇപ്പോൾ എന്തായിരുന്നാലും നല്ല സന്തോഷം എല്ലാവർക്കും. ഇതിൽ ഞാൻ ഒരു വളവും കൊടുത്തിട്ടില്ല. വെറും വെള്ളം മാത്രം. ഇതൊരു കാട്ടുചെടിയാണല്ലോ, അതുകൊണ്ട് വേറെ ഒന്നും കൊടുക്കേണ്ടതായിട്ടുമില്ല. ഞാൻ ആദ്യം വിചാരിച്ച മരമാണ്, ക്ലൈംബറാണ്. നല്ല കനമുള്ള വള്ളിച്ചെടി, ഊഞ്ഞാല് പോലെ നമുക്ക് ആടാൻ പറ്റുന്ന രീതിയിലുള്ള വള്ളിച്ചെടിയാണ്. ഇത് കുറേയൊക്കെ വെട്ടി നശിപ്പിച്ചു. അവിടെ കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ആർക്കും അറിയില്ല, ഇത് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. അന്ന് എനിക്ക് അത് കിട്ടി. അതിൻ്റെ ഈ 2 തൈകളും എനിക്ക് കിട്ടി. ആ 2 തൈകളും കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ. അത് കണ്ടാലും ആർക്കും അറിയില്ല ഇത് എഡിബിളായിട്ടുള്ള ഫ്രൂട്ടാണ്, കഴിക്കാൻ പറ്റുന്നതാണെന്നോ ആർക്കും അറിയില്ല. ആ പഴയ 2-3 ആൾക്കാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോയി എടുത്തതാണിത്. ജൂൺ ജൂലൈ മാസത്തിലാണ് ഇതിൻ്റെ വിളവ് വരുന്നത്, കായ വരുന്നത്. ഇത് ഞാനിപ്പോൾ വെച്ചിട്ട് എൻ്റെ ചുവടിയിൽ നിന്ന് ഒരു തൈ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മെയിൻ സ്റ്റമ്മിൽ നിന്നാണ് അത് വന്നേക്കുന്നത്. അത് എടുത്തു മാറ്റാൻ പറ്റുന്ന രീതിയിലല്ല, അതായത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അത് ചെടിച്ചട്ടി പൊട്ടിയിട്ടാണ് അത് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ 2.5 വർഷമായി. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, അത് അവർക്ക് തൈ വേണം. ഇത് നമ്മൾക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്, ഇത് കണ്ടതിൽ വളരെ സന്തോഷമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അതിൻ്റെ തൈ കിട്ടുന്നതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ഒരു വർഷത്തിനകത്ത് നമുക്കിത് കുറേ പേർക്ക് ഇതിൻ്റെ തൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം അന്യം നിന്ന് പോയൊരു സാധനമാണിത്. ഇനിയിപ്പോൾ ഇത് പഴയ തലമുറകൾക്ക് മാത്രമേ ഇത് അറിയാമായിരുന്നു. ഇപ്പോൾ നമ്മളെ ഈ പുതുതലമുറയിലുള്ള എല്ലാവരും ഒന്ന് അറിയട്ടെ അങ്ങനെയുള്ള ഫ്രൂട്ടുകളും ഈ നമ്മുടെ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നുവെന്ന്. ഇതുപോലെ ഞാൻ വേറെ കുറച്ച് പഴയ ഫ്രൂട്ട് വിഭാഗത്തിൽപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. ഈ സമുദ്ര തീരങ്ങൾ, അതായത് നമ്മുടെ വാമനപുരം നദിയുടെ തീരങ്ങളിൽ തന്നെ ഉണ്ട് അത്. പക്ഷേ അത് എഡിബിളാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അതിന് പഴയ ആൾക്കാരെ കൊണ്ടുപോയി കാണിച്ച് ഇത് പണ്ട് കഴിച്ചിരുന്നോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രമേ എനിക്കത് എടുക്കാൻ പറ്റൂ. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നദിയുടെ തീരങ്ങൾ, അത് എനിക്ക് തോന്നുന്നു ഞാനിത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഈ ആമസോൺ വനങ്ങളുടെ ഭാഗങ്ങളിലാണ് ഇത് കണ്ടുവരുന്നതെന്നുള്ള രീതിയിലാണ് എനിക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇനി അങ്ങനെ സംഭവിച്ച് ആ ഒഴുക്കിൽപ്പെട്ട് വെള്ളത്തിലൂടെ അങ്ങനെ വന്നതാവാം. എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. വേറെ എങ്ങും ഇല്ല, ഉറപ്പാണ്. ഇവിടെ എങ്ങും കണ്ടിട്ടില്ല. മേഡം പറഞ്ഞ് ഇത് ആദ്യം മേഡം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ രക്തക്കട്ടപ്പഴമാണോ എന്നാണ് മേഡം ആദ്യം ചോദിച്ചത്. അത് വേറെ ഏതൊരു സംസ്ഥാനത്തിലെ പേര് പറഞ്ഞിട്ടാണ്, നാഗാലാൻഡോ അങ്ങനെ എന്തോ ഒരു സ്ഥലം ചോദിച്ചിട്ടാണ് അവിടെയാണ് ഇത് സാധാരണ കണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ട് മേഡം പറഞ്ഞ് ഇത് അതുമായി ബന്ധപ്പെട്ടതല്ല, ഇത് തൊണ്ടിപ്പഴമാണെന്ന് മേഡം സ്ഥിരീകരിച്ച് മേഡത്തിൻ്റെ ഹെഡിന് കൈമാറി. അങ്ങനെയൊക്കെയാണ് അറിഞ്ഞത്. ഇതെനിക്ക് കുറേ തൈകൾ എനിക്ക് കൊടുക്കണം. പൈസയ്ക്ക് അല്ലെങ്കിലും കൊടുക്കണം. കാര്യം ഇത് അറിഞ്ഞിരിക്കട്ടെ, ഇങ്ങനെ ഒരു സസ്യം ഇവിടെ ഉണ്ടായിരുന്നെന്നും അത് എഡിബിളായിട്ടുള്ള ഫ്രൂട്ടാണെന്നും അത് കഴിക്കുമ്പോഴുള്ള അതിൻ്റെ മധുരവും അതിൻ്റെ പുളിരസവും അത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ടേസ്റ്റാണ് അതിന്. നമുക്കിത് ബുഷായിട്ട് നിർത്തുന്നതാണ് നല്ലത്. പടർന്നു കഴിഞ്ഞാൽ ഇത് പടർന്നു പോകും, ഞങ്ങൾക്ക് പിന്നെ അതിൻ്റെ കായ പറിക്കാൻ കിട്ടില്ല. അതുകൊണ്ട് പടരാതെ ഞാനിപ്പോൾ ഇത് രണ്ട് തൈ ഇതും ഞാൻ എയർ ലെയർ ചെയ്ത് ഇതിനെ തൈയാക്കാൻ വേണ്ടി
നോക്കുകയാണ്.